ഹലോ, നമുക്ക് അരമണിക്കൂറിൽ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? ഈവനിങ് സ്നാക്കായിട്ടും പെട്ടെന്ന് പിസ്സ കഴിക്കാനെല്ലാം തോന്നുമ്പം ആ ഒരു പിസ്സ ക്രേവിങ്സ് എല്ലാം മാറ്റാൻ പറ്റിയൊരു ഐറ്റമാണേ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കൂടുതൽ വെജീസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം അത് നമുക്ക് ഇഷ്ടത്തിന് മാറ്റം വരുത്താം. ഞാനിപ്പം ജസ്റ്റ് സോസും ചീസും മാത്രമേ ഇതിൽ ടോപ്പിങ്ങിൽ ചേർക്കുന്നുള്ളൂ. ഇനിതാ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം, ഓവർ ചൂട് വേണ്ട, ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും 1.5 ടീസ്പൂണ് ഈസ്റ്റും 1 ടീസ്പൂണ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പീസ് ബട്ടറോ എന്ത് വേണ്ടെങ്കിലും ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ 1 കപ്പ് വെള്ളമല്ലോ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം കണക്കാന്ന്. ചിലപ്പോൾ പൊടിൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റം വരും. ഇത് നമുക്കൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലല്ലേ വേണ്ടത്. അപ്പോൾ പൊടിയിലും വെള്ളത്തിലും ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വരുത്താം. അപ്പം ഇതുപോലെയാണ് കിട്ടണ്ടേ. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി വരുവേ. ഇനി നമ്മൾ അതിലാണോ പിസ്സ ഉണ്ടാക്കുന്ന അതിലൊന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മാറ്റാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കണ്ട, അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണേ. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും വെജീസ് അങ്ങനെയെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ജസ്റ്റ് കെച്ചപ്പും മയോച്ചപ്പും പിന്നെ ചീസും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ എന്തെങ്കിലും മീറ്റും വെജീസെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിതാ കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ടോപ്പിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വെക്കുമ്പം തന്നെ അത് മെൽട്ടായിട്ട് വരും. ഇല്ല ഇനി വേറൊന്നും കുക്കാവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ടോട്ടൽ ഒരു 10 മിനിറ്റ് അതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. അപ്പോൾ ലിക്വിഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു പിസ്സ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു, ഒരു ഗസ്റ്റ് വരുന്നതെന്നല്ല, നമുക്ക് 20 മിനിറ്റിൽ, കാരണം ഈ ഡോ റെസ്റ്റ് ചെയ്യാനുള്ളൊരു 10 മിനിറ്റും കുക്കിങ്ങിനുള്ളൊരു 10 മിനിറ്റും പിസ്സ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.